ഇറാൻ തന്റെ പുതിയ സുപ്രീം ലീഡറെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ കൗൺസിൽ ഓഫ് എക്സ്പേർട്സ് ആണ് മുജ്തബ ഖമീനിയെ ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായി തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് 56 വയസ്സാണ്. അദ്ദേഹം അന്തരിച്ച അയത്തുള്ള അലി ഖമീനിയുടെ രണ്ടാമത്തെ മകനാണ്. ഈ നിയമനത്തോടെ 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാന്റെ മൂന്നാമത്തെ സുപ്രീം ലീഡറായി മുജ്തബ ഖമീനി അധികാരത്തിലെത്തുന്നത്. മുജ്തബ ഖമീനി മുമ്പ് IRGCയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏറെ വർഷങ്ങളായി മുജ്തബ ഖമീനി ഇറാന്റെ നേതൃത്വത്തിന്റെ ആന്തരിക വലയത്തിൽ സ്വാധീനമുള്ള വ്യക്തിയെന്ന നിലയിൽ പരിഗണിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ നിയമനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പ്രസ്താവനകൾക്കിടയിലൂടെയാണ് വന്നത്. ഇറാന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടാകണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ ആ അഭിപ്രായം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദശാബ്ദമായി വിമർശകർ മുജ്തബ ഖമീനിയുടെ പേരിനെ ഇറാനിലെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെടുത്തി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുജ്തബ ഖമീനി ഒരിക്കലും പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല, പൊതുവേദികളിൽ പ്രസംഗങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും മുജ്തബ ഖമീനി ഇറാന്റെ ഭരണ സംവിധാനത്തിനുള്ളിൽ പ്രധാന സ്വാധീനമുള്ള വ്യക്തിയെന്ന നിലയിൽ അറിയപ്പെടുകയും IRGCയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. ടെഹ്റാനിലുണ്ടായ എയർ സ്ട്രൈക്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് അയത്തുള്ള അലി ഖമീനി മരണപ്പെട്ടിരുന്നു. മുജ്തബ ഖമീനി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ അദ്ദേഹം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോൾ മുജ്തബ ഖമീനി സുപ്രീം ലീഡറായി അധികാരമേൽക്കുന്നതോടെ ഇറാനിലെ ഏറ്റവും ശക്തമായ സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. രാജ്യത്തിന്റെ സൈന്യം, രാഷ്ട്രീയം, വിദേശ നയം തുടങ്ങിയ പ്രധാന തീരുമാനങ്ങളിൽ അന്തിമാധികാരം സുപ്രീം ലീഡറിനാണ്.